ജോട്ടോസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യുകെയുടെ കാര്യങ്ങളല്ല, ഞാൻ SIP കുറിച്ചാണ് സംസാരിക്കുന്നത്. SIP എന്ന് പറയുമ്പോൾ നമ്മൾ പേഴ്സണലി എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, അതാണ് SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഓരോ മാസവും ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ ഓരോ മാസവും ഒരു ഇന്ന തുക, ഒരു 2000 രൂപ 1000 രൂപ വെച്ചിട്ട് നമ്മൾ ഓരോ മാസവും ആ ചെയ്യുന്ന സംഭവമാണ് SIP എന്ന് പറഞ്ഞത്. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഈ സംഭവം ചെയ്യണം. കാരണം ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഫ്യൂച്ചറൊക്കെ സ്റ്റോക്ക് മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പിന്നീട് അത് ഓർത്ത് നമുക്ക് റിഗ്രറ്റ് ചെയ്യാം. അപ്പം എല്ലാവരും ചെയ്തിരിക്കേണ്ട കാര്യമാണ് ഈ സംഭവം. ഇപ്പോൾ തന്നെ നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞൊരു 6 മാസം മുമ്പ് നമ്മളൊരു 1 ലക്ഷം രൂപ ഇട്ടിരുന്നെങ്കിൽ അത് ഏതൊരു മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ അതിപ്പോൾ ഒരു 3 ലക്ഷം രൂപ ആവേണ്ട ഒരു അവസ്ഥയാണ്. അതേപോലെ നമ്മുടെ കോയിൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബിറ്റ് കോയിനൊക്കെ ജൂലൈയിൽ ബിറ്റ് കോയിൻ 15,000 USDT ആയിരുന്നു അതിൻ്റെ വില എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നത്തെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 47,000 USDT ആണ്. ഡബിളല്ല, ട്രിപ്പിളായിട്ട് അത് വളർന്നിട്ടുണ്ട്. അപ്പം ഈ SIP എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് പോലത്തെ സംഭവമാണ്. SIP എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി, ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് നോക്കിയിരിക്കാനോ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനൊന്നും സമയമില്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ഈ ഫണ്ട് മാനേജർ ഒരു സെലക്റ്റഡ് സ്റ്റോക്സിൽ നമ്മളിടുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഒരു വർഷം 13% ഒരു ROI കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഒരു വർഷം നമുക്ക് 13% പലിശ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു 1 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു 10% കിട്ടിയാൽ തന്നെ 10,000 രൂപ കിട്ടും. പിറ്റത്തെ വർഷം നമുക്ക് 1,10,000-ൻ്റെ 10% കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വർക്കാവുന്ന സംഭവം കോമ്പൗണ്ടിങ് എഫക്റ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ മാസവും കറക്റ്റായിട്ട് ഒരു 10,000 രൂപയോ അല്ലെങ്കിൽ 5,000 നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് ഇടുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഫ്യൂച്ചറിലേക്ക് നമുക്ക് വളരാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയുടെയൊക്കെ നമ്മുടെ എക്കണോമി നല്ല അടിപൊളിയായിട്ടാണ് പോകുന്നത്. ഇപ്പം ഓരോ ദിവസം നമുക്ക് ഇത്ര പെർസെൻറ്റേജ് വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ എക്കണോമി നല്ല രീതിയിൽ വളരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു SIP ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനിയത്തെ ഫ്യൂച്ചർ അതാണ്. അതേപോലെ നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ട്, ഈ സ്റ്റോക്സൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ അതേപോലെ കുറച്ച് SIPകൾ ചെയ്യാൻ നമുക്ക് കുറേ ആപ്പുണ്ട്. ഇപ്പോൾ സീറോദയുടെ കോയിൻ എന്നൊരു ആപ്പുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് മാസം നമ്മുടെ ഒരു വരുമാനത്തിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് നമ്മൾ അതിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്കൊരു നമ്മുടെ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാം. ഒരു 10 അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ നമുക്കൊരു ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടാവും. ഇപ്പം ഫാമിലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു മക്കളുടെ കല്യാണത്തിന് വേണ്ടിയൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു എമൗണ്ടാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതിന് സീറോദയുടെ കോയിൻ എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ടാറ്റയുടെ മണിഫൈ എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിനകത്താണ് ഞാൻ ചെയ്തത്. ഞാൻ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഈ സംഭവം ചെയ്തു തുടങ്ങിയതാണ്. എന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ട് പിന്നെ പൈസ ഇട്ടില്ല. ഞാൻ അന്ന് 3,000 രൂപ ഇട്ടതാണ്. ഇപ്പോൾ അത് 4,500 രൂപയായിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ റിട്ടേൺ ഏകദേശം 50%-ൻ്റെ അടുത്താണ്. അതിനകത്ത് കാണിക്കുന്ന 50% ഒരു 3 ഇയർ റിട്ടേൺ അത്രയാണ് കാണിക്കുന്നത്. അപ്പം 3,000 രൂപ ഇട്ടു, 4,500 രൂപ എനിക്ക് റിട്ടേൺ ആയിട്ട് കിട്ടി. പക്ഷേ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക്, നിങ്ങൾ ആരും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക്, ഞാൻ അതിനകത്ത് എൻ്റെ അക്കൗണ്ടിൽ ഓട്ടോ ഡെബിറ്റ് ഓഫ് ചെയ്തിട്ടു. ഓട്ടോ ഡെബിറ്റ് ഓഫ് ചെയ്തിടുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഞാൻ കറക്റ്റായിട്ട് അടയ്ക്കും. പക്ഷേ നമ്മളത് ചെയ്യില്ല. നമ്മുടെ അക്കൗണ്ടിൽ പൈസ തന്നെ ഡെബിറ്റായി പോവുകയാണെങ്കിൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തോളും. പക്ഷേ എല്ലാവരും ഓട്ടോ ഡെബിറ്റ് ഓണാക്കി ഇടാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മളൊരു SIP എന്തായാലും ചെയ്തിരിക്കേണ്ട സംഭവമാണ് SIP. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമ്മൾ നല്ല SIPs നോക്കിയിട്ട് നമ്മൾ അത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ്. നിപ്പോണിൻ്റെ നിപ്പോൺ മ്യൂച്വൽ ഫണ്ട് നിപ്പോണിൻ്റെ നല്ലതാണ്. അതേപോലെ ഈ ടാറ്റയുടെ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ഇങ്ങനെ ഒത്തിരി ഉണ്ട്. SBIയുടെ ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. ഇങ്ങനെ ഒത്തിരി മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നല്ലത് നോക്കി നമ്മൾ സെലക്ട് ചെയ്യുക. അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അല്ലെങ്കിൽ ഓരോ ടൈപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക ഏറ്റവും നല്ലത്. മിനിമം ഏതൊരു മ്യൂച്വൽ ഫണ്ടിനും ഇപ്പോൾ ബാങ്കിങ് സെക്ടർ ഉണ്ട്, ഓരോ സെക്ടറുകളുടെ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ബാങ്കിങ് സെക്ടർ ഉണ്ട്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടർ ഉണ്ട്, അല്ലെങ്കിൽ കെമിക്കൽ, അങ്ങനെയുള്ള സെക്ടറുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അങ്ങനെ ഇപ്പോൾ ഈ കഴിഞ്ഞ ജൂണിൽ ഉള്ളൊരു ഒരു സ്റ്റാറ്റസ് നിങ്ങളും ചെക്ക് ചെയ്യാൻ മനസ്സിലായി. കഴിഞ്ഞ ജൂണിൽ ഇപ്പോൾ 100 രൂപ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് ഇപ്പോൾ എന്തായാലും ഒരു 350-400 രൂപയിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്ത് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട. നമ്മൾക്ക് ഇനി ഓപ്പർച്യൂണിറ്റി വരും, ഫോളോ വരും. ഇപ്പോൾ ഇന്ന് നല്ലൊരു ഫോളോ വന്നിട്ടുണ്ട്. HDFC ബാങ്കിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം നമ്മുടെ മാർക്കറ്റ് നല്ല റിസൾട്ടായിരുന്നു, 30% അപ്പൊക്കെ ആയിരുന്നു. പക്ഷേ എന്നാലും നമ്മുടെ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത രീതിക്കല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ ഫോളോ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോളോ ആകുമ്പോൾ നമ്മൾ മേടിക്കാം. അതേപോലെ എല്ലാ മാസവും നമ്മൾ ഇങ്ങനെ മേടിക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് നല്ലൊരു
ഒരു എക്സ്ട്രാ ഇൻകം നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു.